CI സമാധാനം പറയേണ്ടി വരും. മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരെ അകാരണമായി മർദ്ദിച്ചതിൽ ഇവർ അനുഭവിക്കുക തന്നെ ചെയ്യും. തിരിച്ചടിക്ക് ഒരു മാറ്റവുമില്ല. സ്ത്രീകളെ ഇത്രയും ക്രൂരമായി കാൽ പിടിച്ച് വലിച്ചുകൊണ്ടുപോയി മർദ്ദിക്കാൻ എന്ത് അവകാശമാണ് പോലീസിനുള്ളത്? ജില്ലാ പ്രസിഡന്റ് അറസ്റ്റിലേക്കാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വലിയ അറസ്റ്റിലായിരുന്നു. ജില്ലാ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ജില്ലാ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. സംസ്ഥാന സെക്രട്ടറി മായത്രി പ്രിയപ്പെട്ടവരെ, നമ്മുടെ മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഗണേഷ് കുമാറിനുള്ള അതിശക്തമായ പോരാട്ടത്തിൽ പങ്കെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട മരുന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുന്നു. ഹലോ, അറസ്റ്റ് ചെയ്യുന്നു. ഗണേഷ് കുമാറിന്റെ പോലീസ് മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യുന്നു. ഹീനമായ നിലയിൽ നീതിക്ക് വേണ്ടി പോരാടുന്ന മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അടക്കമുള്ളവരെ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള അറസ്റ്റ് നീക്കം ചെയ്യുകയാണ്. ഇതെന്തൊരു നീതി, ഇതെന്തൊരു ന്യായം? നടുവിന് താങ്ങ സ്ത്രീ സുരക്ഷയുടെ പേരിൽ അധികാരത്തിൽ വന്ന ഒരു ഗവൺമെന്റ് സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ല എന്ന് മനസ്സിലാക്കി കേരളത്തിലെ മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും സുരക്ഷിതത്വമില്ലാത്ത നാടായി ഇത് മാറിയപ്പോൾ ജനാധിപത്യപരമായി സമരം ചെയ്തു. ജനാധിപത്യപരമായി മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് അകാരണമായി, വനിതാ പോലീസിന്റെ നേതൃത്വത്തിൽ അവരെ അകാരണമായി മർദ്ദിച്ചിരിക്കുകയാണ്. മർദ്ദിച്ച് ഒരു സ്ത്രീയുടെ കാല് ഗുരുതരമായി പരിക്കുകളോടെ കാലൊടിഞ്ഞ് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ജില്ലാ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ ഹേബ സുദർശനെ തലയിടിച്ച് താഴെ വീണു, അവിടെ ഇട്ട് വലിച്ചിഴച്ചു പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത്ര ക്രൂരമായ പോലീസ് മർദ്ദനം നടത്തേണ്ടുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല. ജനാധിപത്യപരമായ സമരമാണ് ചെയ്തത്. ഇത് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല. അതിശക്തമായ സമരം. പോലീസുകാരുടെ ധാർഷ്ട്യത്തിനെതിരെ പോലീസുകാർ പിണറായി വിജയന്റെ കാക്കിയാണ് ഇട്ടേക്കുന്നതെങ്കിൽ അതിനകത്ത് സഖാക്കന്മാരാണെങ്കിൽ ഊരി വെച്ചിട്ട് മര്യാദ പാലിച്ചില്ല എങ്കിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചടക്കം ഇവിടുത്തെ CIയോടും പറയാം, പോലീസ് സ്റ്റേഷൻ മാർച്ചടക്കമുള്ള പരിപാടി
വരും ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകും. ഞങ്ങളുടെ സ്ത്രീകളെ ഗുരുതരമായി മർദ്ദിച്ചിരിക്കുകയാണ്. ഏതറ്റം വരെയും സമരം പോവും. സമരം സമാധാനപരമായി ചെയ്തുവെങ്കിൽ ആ സമരത്തിന്റെ രൂപവും ഭാവവും മാറ്റി അതിശക്തമായ സമരവുമായി മുൻപോട്ട് പോകുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിൽ അഴിമതിക്കെതിരെ പ്രതികരിക്കുന്ന എല്ലാവരെയും അടിച്ചമർത്തുന്ന ഒരു ഗുണ്ടായുസ ഗവൺമെന്റാണ് ഇപ്പം നിലവിലുള്ളത്. അതിനെതിരെ ശക്തമായി മഹിളാ കോൺഗ്രസ് പ്രതികരിക്കും. ഇതിന് തുടർ സമര പോരാട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഒടിവുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് ഇവിടെ നമ്മൾ ഈ സമരം നടത്തിയിരുന്നത്. അപ്പം നമ്മളുടെ ജില്ലാ പ്രസിഡന്റിനെ ഉൾപ്പെടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അവർ നല്ല രീതിയിൽ ഉപദ്രവിക്കുകയാണ് ഉണ്ടായത്. സമാധാനപരമായി നടത്തിയ ഒരു സമരമായിരുന്നു. തീർച്ചയായിട്ടും ഇതിനെതിരെ മഹിളാ കോൺഗ്രസിന്റെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നു.